ഇന്നലത്തെ പ്രൊമോയിൽ വന്ന ആ ഒരു വഴക്കുണ്ടല്ലോ, അത് കിച്ചൺ ഏരിയയിൽ തുടങ്ങിയതാണ്. ശരിക്കും റെന അങ്ങോട്ട് കയറി ചെന്നതാണ്. പക്ഷെ അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. അനുമോളുടെ ഭാഗത്തും കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. അതായത് ഈ കിച്ചൺ ഏരിയയിൽ മറ്റാരും വന്ന് നിൽക്കണ്ട എന്നുള്ള ഒരു അഭിപ്രായം ഇവർ പറയുന്നു. കാരണം അവരെ ജോലിക്ക് അത് തടസ്സമാണെന്ന് പറയുന്നു. അക്ബറും ടീമും ഒക്കെ അവിടെ കറങ്ങി നടക്കുന്നു. അങ്ങനെ ക്യാപ്റ്റനെ വിളിച്ചിട്ട് ഒരു ഫണ്ണായിട്ട് തുടങ്ങിയതാണ്. അനുമോൾ പറയുന്നത് ഇവരെ പിടിച്ചോണ്ട് പോവോ, എനിക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഇടയിൽ റെന ഫാത്തിമ അങ്ങോട്ട് കയറിയിട്ട് ഓരോരോ ഡയലോഗുകൾ പുള്ളിയും പറയുന്നുണ്ട്. നിനക്കെന്ത് ഇതിൽ കാര്യമൊന്നും ചോദിച്ചുകൊണ്ട് തമാശയ്ക്കാണ് അനു തുടങ്ങുന്നത്. പക്ഷെ അത് പതിയെ സീരിയസ് ആവുന്നു. റെന അവിടെ നിന്ന് പോവാതെ അവിടെ തന്നെ നിന്ന് പതിയെ ചൊറിയുന്നുണ്ട്. നല്ലപോലെ അനുവിനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അനു പ്രൊവോക്കായി. ഇതിൽ വളരെ പ്രധാനം അതാണ്. അനു പ്രൊവോക്ക് ചെയ്തത് റെനയാണ്. അവിടെ വേണ്ടായിരുന്നു. കിച്ചൺ ഏരിയയിൽ പോയിട്ടൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം റെനയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഇതിന് മുമ്പ് റെന അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ പറഞ്ഞ് കാട് കയറിയൊക്കെ പോയി. നിന്റെ അച്ഛനും അമ്മയും ഇങ്ങനെയാണോ നിന്നെ പഠിപ്പിച്ചു വെച്ചേക്കുന്നതെന്നൊക്കെ അനുമോള് റെനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛനും അമ്മയും എന്നെ നല്ലതാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അനുമോള് ഭയങ്കരമായിട്ട് സ്വയം താൻ വലിയൊരു സംഭവമായിട്ട് പറയുന്നുണ്ട്. എനിക്ക് അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അച്ഛനെ അമ്മയൊന്നും ഇതിനകത്ത് വലിച്ചിടേണ്ട കാര്യമില്ല. അവിടെ എല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. റെന ഫാത്തിമ പോയി ചൊറിഞ്ഞു എന്നുള്ളതും സത്യമാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ഈ അച്ഛനും അമ്മയും ഇങ്ങനെയാണോ പഠിപ്പിച്ചത് എന്നൊക്കെ ഉള്ള ചോദ്യം ചോദിച്ച് ഒരു എന്താ പറയുക ഡാഡി മമ്മി കാർഡ് ഇറക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അനുമോൾ ഇതിന് മുമ്പും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അനുമോളുടെ ആണെങ്കിലും അച്ഛനും അമ്മയും വീട്ടിൽ ആ പാവങ്ങൾ മിണ്ടാതെ അവിടെ ഇരുന്നോട്ടെ, അവരെ വലിച്ച് ഈ ഷോയ്ക്കകത്തോട്ട് ഇടണ്ട. റെനയുടെയും ഉമ്മയുടെയും വാപ്പയുടെയും ക്വാളിറ്റി ഒന്നും ഇവിടെ അനുമോൾ വലിച്ചിടേണ്ട കാര്യമില്ല. ഇപ്പോൾ ഉമ്മയും വാപ്പയും പഠിപ്പിച്ച പോലെ അല്ലല്ലോ ഇവരാരും അവിടെ പോയി കളിക്കുന്നത്. അവിടെ ഗെയിം കളിക്കാനല്ലേ പോയത്. നിങ്ങളെ വീട്ടിൽ ആരാണ് ബിഗ് ബോസ് കളിക്കാൻ പഠിപ്പിച്ചത്? ആരെങ്കിലും അച്ഛനും അമ്മയും പഠിപ്പിച്ചു വിട്ടോ? ബിഗ് ബോസിൽ പോയിട്ട് മോൾ ഇങ്ങനെ കളിക്കണമെന്ന് നിങ്ങൾക്ക് ട്രെയിനിങ് തന്നാണോ വിട്ടത്? അല്ലല്ലോ. ബിഗ് ബോസ് ഷോ നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഷോയിൽ ആരും പഠിച്ചിട്ടോ ആരും പഠിപ്പിച്ചിട്ടോ ഒന്നും വന്നതല്ല. ആ ഷോയ്ക്ക് അനുസരിച്ചാണ് എല്ലാവരും ഗെയിം കളിക്കുന്നത്. പക്ഷേ റെന ഫാത്തിമയുടെ ഈ ഒരു സ്വഭാവം അത് അവർക്ക് ദോഷം ചെയ്യും എന്നുള്ളത് എനിക്കും തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെ മറ്റുള്ളവരുടെ പുറകെ നടന്ന് പ്രൊവോക്ക് ചെയ്യേണ്ട കാര്യമില്ല. അത് പ്രൊവോക്ക് ചെയ്യുമ്പോൾ കാണുമ്പോൾ ഭയങ്കര അരോചകമായിട്ട് തോന്നുന്നു. നമ്മൾ ലൈവിൽ കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. അതിപ്പോൾ ഈ അനുവിൻ്റെ അടുത്ത് മാത്രമല്ല, ലാസ്റ്റ് നമ്മുടെ ഒണിയിലുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കേസിലാണെങ്കിലും വെറുതെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ പോയി ചെയ്യാൻ പാടില്ല. നാച്ചുറലായിട്ട് അത് വരട്ടെ. പക്ഷെ അനുമോളുടെ വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറയുന്നത് അനുമോൾ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത് അനുമോൾ പറഞ്ഞ അതേ കാര്യം തന്നെ റെനയും തിരിച്ച് അനുമോൾ അച്ഛൻ്റെ അമ്മേരെയും കാര്യം എടുത്ത് പറയുന്നുണ്ട്. അത് വേറെ കാര്യം. മൊത്തത്തിൽ ഈ ഒരു സംഭവം നോക്കുമ്പോൾ പ്രശ്നമുണ്ടാക്കിയ കാര്യം വെച്ച് നോക്കുമ്പോൾ റെനയുടെ ഭാഗത്താണ് തെറ്റ്. കിച്ചണിലുള്ളവർ എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവരെ പോയി ചുമ്മാ ചൊറിഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടിയിരുന്നില്ല. അനുമോള് കുറച്ചും കൂടെ കൺട്രോൾ ചെയ്ത് സംസാരിക്കണം. അവിടെ റെന ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ആണുങ്ങളെയൊക്കെ മൊണ്ണേന്ന് വിളിക്കാൻ പഠിപ്പിച്ചതാണോ ചേച്ചിയുടെ അച്ഛനും അമ്മയും പഠിപ്പിച്ചു വിട്ട സംസ്കാരം എന്ന് ചോദിക്കുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അനുമോൾ അടിപൊളി ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. റെനയ്ക്കും നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ കെയർഫുള്ളായിട്ട് ഗെയിം കളിച്ചാൽ മുന്നോട്ട് പോകാം. ഈ പെട്ടെന്ന് പ്രൊവോക്കായിട്ട് ഇങ്ങനെ വായി തോന്നിയതൊന്നും വിളിച്ച് പറയാതിരിക്കുക. ചപ്പാത്തി കളി എന്നൊക്കെ റെന ഇതിനിടയിൽ അനുമോളെ വിളിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ വളരെ മോശമാണ്. അങ്ങനെയൊന്നും ഒരാളെ വിളിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് അവരത് ചെയ്തിട്ടില്ല. ഫുഡിൻ്റെ കാര്യത്തിൽ കള്ളി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. സോ ഇതിൽ മൊത്തത്തിൽ എനിക്ക് മിസ്റ്റേക്ക് തോന്നുന്നത് റെനയുടെ ഭാഗത്ത് തന്നെയാണ്. പക്ഷേ അനുമോളുടെ ഭാഗത്ത് വന്നൊരു വീഴ്ച എന്താണെന്ന് വെച്ചാൽ ഈ അച്ഛൻ്റെ അമ്മയുടെയും കാര്യമൊക്കെ അതിലേക്ക് വലിച്ചിട്ടത് വളരെ മോശമായിട്ടും തോന്നി. പ്രേക്ഷകരുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ.